ഇനി മുതൽ ഗ്രീൻലാൻഡ് എന്റെ രാജ്യമാണ്. ഇവിടുത്തെ എല്ലാ മൃഗങ്ങളും ബ്ലൂ ലാൻഡിൽ നിന്ന് വന്ന മൃഗങ്ങളുടെ അടിമയായിരിക്കും. ജയ, വീര, നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണം, എന്റെ പ്രത്യേക പരിചാരകരായി. ഇത് കേട്ടപ്പോൾ ജയയുടെയും വീരയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പിന്നെ എന്തുണ്ടായി? മുഴുവൻ ഗ്രീൻലാൻഡിലും ഗോൾഡിയും അവന്റെ മൃഗങ്ങളുടെയും ഭരണം തുടങ്ങി. ഇപ്പോൾ ഗോൾഡിയെ പരിചരിക്കാൻ ലോമഡിയുടെ കൂടെ ജയയും വീരയും ചേർന്നു. ഗോൾഡി അവരെ എവിടെയും പോകാൻ സമ്മതിക്കില്ലായിരുന്നു. അതിനു പുറമെ ലോമഡി തമാശയ്ക്കായി അവരെക്കുറിച്ച് പരദൂഷണം പറയുകയും അടികൊള്ളിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ജയയുടെയും വീരയുടെയും ജീവിതം വളരെ മോശമായി തീർന്നിരുന്നു. ഒരു ദിവസം ഹിരൺ ഓടി ഗോൾഡിയുടെ സദസ്സിൽ വന്നു. അവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ കാട്ടിൽ ഗജരാജന്റെ ആക്രമണം ഉണ്ടായി മഹാരാജാവേ. എന്താ നീ പറഞ്ഞത്? മൃഗങ്ങളെ മുട്ടുകുത്താൻ തയ്യാറായിക്കൊള്ളൂ. ഇതെന്താ അങ്ങനെ പറയുന്നേ? ശരിയാണ്, ഷേർഖാനെ ഞാൻ തോൽപ്പിച്ചു. എന്നാൽ ഗജരാജന്റെ ആക്രമണത്തെ എനിക്ക് തടയുവാൻ സാധിക്കില്ല.